ഇപ്പോൾ കഴിയുന്നത് ഒരു ആശ്രയ കേന്ദ്രത്തിലാണ്. അഫാൻ എന്റെ മകനാണ്. പക്ഷേ അവന് ശിക്ഷ കിട്ടണമെന്നാണ് ആഗ്രഹം. നോക്കി നിൽക്കെ തകർന്നടിഞ്ഞുപോയ ജീവിതം വീണ്ടും കെട്ടിപ്പടുത്താനുള്ള ശ്രമത്തിലാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുറഹീം. അഫാന് നിയമം വിധിക്കുന്ന ശിക്ഷ ലഭിക്കണം, ഷെമിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെയാണ് അബ്ദുറഹീമിന്റെ ഇപ്പോഴത്തെ ആഗ്രഹങ്ങൾ. അബ്ദുറഹീമിന്റെ വാക്കുകൾ ഇങ്ങനെ: ഭാര്യയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. വീട് തുറന്നു കിട്ടാത്തതിനാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഒരു ആശ്രയ കേന്ദ്രത്തിലാണ് ഭാര്യയെ ഇപ്പോൾ താമസിപ്പിക്കുന്നത്. ഇനിയും 1 വർഷത്തോളം ചികിത്സ തുടരേണ്ടി വരും. എന്നാൽ എനിക്കിപ്പോൾ ജോലിയൊന്നുമില്ല. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ ഉണ്ടായെന്നറിയില്ല. എനിക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി വീടും സ്ഥലവും വിറ്റ് തീർക്കാമെന്നായിരുന്നു കരുതിയിരുന്നത്. കൊറോണയ്ക്ക് ശേഷമാണ് സാമ്പത്തിക പ്രതിസന്ധിയും ബാധ്യതയും ഉണ്ടായത്. അവസാനത്തെ 2.5 മാസം വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അഫാൻ എൻ്റെ മകനാണ്. പക്ഷേ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ നാട്ടിലെ നിയമമനുസരിച്ച് അവന് കിട്ടണം. അതാണ് ആഗ്രഹം. ജനിച്ചു പോയാൽ മരിക്കുന്നത് വരെ ജീവിക്കണം. മുന്നോട്ട് പോയേ പറ്റൂ. അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. ജീവിക്കണം. ഭാര്യയുടെ അസുഖം ഭേദമാക്കണം. ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ ചെന്നാൽ മക്കളുടെ ഓർമ്മ വരും. അതേസമയം 5 പേരെ കൊലപ്പെടുത്തിയ കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനെ കസ്റ്റഡിയിൽ വാങ്ങാൻ വെഞ്ഞാറമൂട് പോലീസ് വീണ്ടും കോടതിയിൽ അപേക്ഷ നൽകും. പ്രതിയെ തെളിവെടുപ്പിനായി 3 ദിവസം കസ്റ്റഡി ലഭിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെടും. പ്രതിയുമായുള്ള അവസാനവട്ട തെളിവെടുപ്പാണ് ഇനി നടക്കാനുള്ളത്. സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത 3 കേസുകളിൽ അവസാനത്തേതാണ് വെഞ്ഞാറമൂട് പോലീസ് അന്വേഷിക്കുന്നത്. മാതാവ് ഷെമിയെ പരിക്കേൽപ്പിച്ചതും സഹോദരൻ അഫ്സാനെയും കൂട്ടുകാരി ഫർസാനെയും കൊലപ്പെടുത്തിയതും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിലാണ് 3ാമത്തെ കേസ്. കൂട്ടക്കൊല അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ അന്വേഷണ സംഘം മദർ കേസ് എന്ന് വിശേഷിക്കപ്പെടുന്നതും ഈ കേസിനെയാണ്. അതുകൊണ്ട് തന്നെ നിർണായകമായ തെളിവെടുപ്പ് 2 ദിവസം നീണ്ടു നിന്നേക്കും. ഇതിനായുള്ള ഒരുക്കങ്ങൾ വെഞ്ഞാറമൂട് പോലീസ് പൂർത്തിയാക്കി.